നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം വയർ ബലൂൺ പോലെ വീർക്കുന്നുണ്ടോ? എപ്പോഴും ഏമ്പക്കം, ഗ്യാസ്, വയർ നിറഞ്ഞ ഫീലിംഗ്, ക്ഷീണം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇത് വെറും ഗ്യാസ് മാത്രമല്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഗ്യാസ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ചിലർക്ക് എല്ലാ ഭക്ഷണവും പ്രശ്നമായി മാറുന്നത്, സ്ട്രെസ് വയറിനെ എങ്ങനെ ബാധിക്കുന്നു, ഗട്ട് ഹെൽത്ത് എന്താണ്, ബ്ലോട്ടിംഗ് കൂട്ടുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെ, രാത്രി ഭക്ഷണത്തിന്റെ അപകടം, സ്ലോ ഈറ്റിംഗ് എന്തുകൊണ്ട് പ്രധാനമാകുന്നു, ബുദ്ധന്റെ മൈൻഡ്ഫുൾ ഈറ്റിംഗ് രഹസ്യവും പുരാതന ബുദ്ധ സന്യാസിമാരുടെ 3 ദഹനശീലങ്ങളും ഗ്യാസ് കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രാക്ടിക്കൽ രീതികളും. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കും. അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ആദ്യമായി തന്നെ ഗ്യാസ് എന്താണെന്ന് പറയാം. ഗ്യാസ് ഉണ്ടാകുന്നത് സാധാരണമാണ്. ഓരോ മനുഷ്യന്റെയും ദഹന പ്രക്രിയയുടെ ഫലമായിട്ട് ഗ്യാസ് രൂപപ്പെടും. പക്ഷെ അത് അധികമാകുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. ചില ആളുകൾക്ക് വയറ് വീർക്കും, ഏമ്പക്കം വരും, നെഞ്ചിൽ അസ്വസ്ഥത അനുഭവപ്പെടും, വയർ കട്ടിയാകുന്നത് പോലെ തോന്നും. ഭക്ഷണം കഴിച്ചാൽ ഉടനെ നിറഞ്ഞ ഫീലിംഗ് ആണ് വരുന്നത്. വയറിനുള്ളിൽ ബബ്ലിംഗ് സെൻസേഷൻ, ചിലപ്പോൾ ആങ്സൈറ്റി വരെ ഫീൽ ചെയ്യും. പലരും കരുതുന്നത് ഞാൻ കുറച്ചു മാത്രം കഴിച്ചു എങ്കിലും വയറ് വീർക്കുന്നു. പക്ഷെ യഥാർത്ഥ കാരണം പലപ്പോഴും ഭക്ഷണം മാത്രമല്ല, നിങ്ങളുടെ ഗട്ട്, സ്ട്രെസ്, ഈറ്റിംഗ് സ്പീഡ്, സ്ലീപ്പ് ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2500 വർഷങ്ങൾക്ക് മുൻപ് ബുദ്ധൻ പറഞ്ഞ ഒരു കാര്യം കൂടി പറയാം. ഈ പ്രശ്നങ്ങൾക്കൊന്നും ബുദ്ധൻ ഒരു പ്രത്യേക മരുന്ന് പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ജീവിത രീതി ഇന്ന് സയൻസ് പോലും പിന്തുണയ്ക്കുന്നുണ്ട്. ബുദ്ധന്റെ പ്രധാന ആശയങ്ങളിൽ ഒന്ന് അധികത എല്ലായ്പ്പോഴും അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കും എന്നതാണ്. ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്നു, ഫോൺ നോക്കി കഴിക്കുന്നു, സ്ട്രെസ് ഉള്ളപ്പോൾ കഴിക്കുന്നു, വിശപ്പില്ലാത്തപ്പോഴും കഴിക്കുന്നു. രാത്രി വൈകി ഹെവി ഫുഡാണ് നമ്മൾ കൂടുതലായും ഇന്ന് കഴിക്കുന്നത്. ഇത് ശരീരത്തെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. ബുദ്ധ സന്യാസിമാർ പിന്തുടരുന്ന ചില ശീലങ്ങളുണ്ട്. ഒന്നാമതായി ശ്രദ്ധയോടെ ഭക്ഷണം കഴിക്കൽ, രണ്ടാമതായി മിതമായ അളവിൽ ഭക്ഷണം കഴിക്കൽ, മൂന്നാമതായി ഭക്ഷണത്തിന് ശേഷം ചെറിയ നടത്തം. ഇന്ന് ഇതിനെ സയൻസ് എന്താണ് വിളിക്കുന്നതെന്ന് അറിയാമോ? മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നാണ്. പതുക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ സലൈവ കൂടുതൽ മിക്സ് ചെയ്യും, ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യും, ബ്ലോട്ടിംഗ് കുറയും. അതുകൊണ്ടാണ് പലർക്കും ഫാസ്റ്റ് ഈറ്റിംഗ് കാരണം ഗ്യാസ് ഉണ്ടാകുന്നത്. ഗ്യാസ് ഉണ്ടാക്കുന്ന പ്രധാന കാരണങ്ങളെപ്പറ്റി പറഞ്ഞു തരാം. ഒന്നാമതായി വേഗത്തിൽ ഭക്ഷണം കഴിക്കലാണ്. വേഗത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എയർ അകത്തേക്ക് പോകും, അത് ഗ്യാസ് ഫോർമേഷൻ കൂട്ടും. രണ്ടാമതായി സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത്. മൂന്നാമതായി സോഫ്റ്റ് ഡ്രിങ്ക്സും സോഡയും. കാർബൺ ഡയോക്സൈഡ് സ്റ്റൊമക്കിൽ കുടുങ്ങിക്കിടക്കും, അത് വയറ് വീർത്ത് വരാനും കാരണമാകും. നാലാമതായി രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത്. രാത്രിയിൽ ഡൈജഷൻ സ്ലോ ആയിരിക്കും, അതുകൊണ്ട് ഹെവി ഫുഡ് ബ്ലോട്ടിംഗ് ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. അഞ്ചാമതായി സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഗട്ട് മൂവ്മെന്റ് മാറും, അതുകൊണ്ട് ഗ്യാസും അസിഡിറ്റിയും ക്രാംസും IBS സിംറ്റംസ് എല്ലാം ഉണ്ടാവും. ആറാമതായി പ്രോസസ്ഡ് ഫുഡ്, ചിപ്സും മറ്റു തരത്തിലുള്ള ഫാസ്റ്റ് ഫുഡും പാക്കേജ്ഡ് ഫുഡ്, ഇവയെല്ലാം ഗട്ട് ബാക്ടീരിയ ബാലൻസ് തന്നെ തകർക്കുന്നവയാണ്. ഏഴാമതായി ഡയറി പ്രൊഡക്ട്സ്, ചിലർക്ക് മിൽക്ക് പ്രൊഡക്ട്സ് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. എട്ടാമതായി വെജിറ്റബിൾസ്, ചില വെജിറ്റബിൾസ് മാത്രം, അതായത് ബീൻസ്, ക്യാബേജ്, കോളിഫ്ലവർ പോലുള്ള ഫുഡ്സ് ചിലർക്ക് ഗ്യാസ് ഉണ്ടാക്കും. ഇനി പലർക്കും ഗട്ട് ഹെൽത്ത് എന്താണെന്ന് കൃത്യമായി അറിയില്ല. ഇന്ന് ലോകം കൂടുതൽ കേൾക്കുന്ന ഒരു വാക്ക് തന്നെയാണ് ഗട്ട് ഹെൽത്ത്. നിങ്ങളുടെ വയറിനുള്ളിൽ ട്രില്യൺസ് ഓഫ് ബാക്ടീരിയാസ് ഉണ്ട്. ഇവയെല്ലാം മോശമല്ല, പല ബാക്ടീരിയയും നിങ്ങളെ സഹായിക്കുന്നവയാണ്. ഇവ നിങ്ങളെ ഡൈജഷൻ, ഇമ്മ്യൂണിറ്റി, നിങ്ങളുടെ മൂഡ്, എനർജി എല്ലാം ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഗട്ടിനെ സെക്കൻഡ് ബ്രെയിൻ എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ മൈൻഡ് ആൻഡ് ഗട്ട് തമ്മിലുള്ള വലിയ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ആങ്സൈറ്റി ഉള്ളവർക്ക് സ്റ്റൊമക് സിംറ്റംസ് കൂടുതലായിരിക്കും. സ്ട്രെസ് ഉള്ളൊരു ദിവസം ഗ്യാസ് കൂടുതലായി തോന്നും, സ്റ്റൊമക്ക് ടൈറ്റ് ഫീൽ ചെയ്യും, ബാത്റൂം പാറ്റേൺ മാറും. ഇത് യഥാർത്ഥമാണ്. ഇനി IBS എന്താണെന്നും കൂടി പറയാം. ചില ആളുകൾക്ക് സ്ഥിരമായി ബ്ലോട്ടിങ്ങും കോൺസ്റ്റിപ്പേഷനും സ്റ്റൊമക് ഡിസ്കംഫർട്ടും ഉണ്ടാകും. ഇത് ചിലപ്പോൾ IBS ആയിരിക്കും. IBS എന്നത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം. ഇത് ലൈഫ് ത്രെട്ടനിങ് അല്ല, പക്ഷെ ക്വാളിറ്റി ഓഫ് ലൈഫ് ബാധിക്കും. IBS ട്രിഗർ ചെയ്യുന്നത് മെയിനായിട്ടും സ്ട്രെസ് ഉള്ളപ്പോഴും, നിങ്ങളുടെ ഉറക്കം കുറയുന്നതും, നിങ്ങൾ അൺഹെൽത്തിയായി ഫുഡ് കഴിക്കുന്നതും, അനാവശ്യമായ ആങ്സൈറ്റി, ഇതൊക്കെയായിരിക്കും. അതുകൊണ്ട് മെഡിസിൻ മാത്രം പോരാ, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വളരെ പ്രധാനമാണ് ഈ ഒരു കാര്യത്തിന്. ഇതിന് പരിഹാരമായി ബുദ്ധന്റെ ഒരു മൈൻഡ്ഫുൾ ഈറ്റിംഗ് ടെക്നിക്കുണ്ട്. ബുദ്ധൻ ഭക്ഷണം ഒരു ചടങ്ങ് പോലെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു പ്രധാന ആശയം, ശരീരം ആവശ്യപ്പെടുന്നതിലധികം കൊടുക്കരുത്. ഇന്ന് നമ്മൾ എൻ്റർടൈൻമെൻ്റായി ഭക്ഷണം കഴിക്കുന്നു, TV നോക്കിയും ഫോൺ നോക്കിയും. സ്ട്രെസ് ഉള്ളപ്പോഴൊക്കെ നമ്മൾ അമിതമായി ഫുഡ് കഴിക്കുന്നു. മൈൻഡ്ഫുൾ ഈറ്റിംഗ് ചെയ്യാൻ ഓരോ ബൈറ്റും പതുക്കെ ചവയ്ക്കുക, ഭക്ഷണത്തിൻ്റെ രുചി ശ്രദ്ധിക്കുക, വേഗത കുറയ്ക്കുക, ഫുള്ളായെന്ന് തോന്നുമ്പോൾ നിർത്തുക. ഇത് വളരെ പവർഫുൾ മെത്തേഡാണ്. ഇനി ഓരോ ആളുകളും ഗ്യാസ് കൂട്ടുന്ന ദിവസേനയിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് ശീലങ്ങളുണ്ട്. അതാണ് രാത്രിയിൽ വളരെ വൈകി നമ്മൾ ആഹാരം കഴിക്കുന്നത്. പിന്നെ കഴിച്ച ഉടനെ തന്നെ പോയി കിടന്ന് ഉറങ്ങുന്ന ശീലം. ധാരാളമായി ടീയോ കോഫിയോ ഇതൊക്കെ കുടിക്കുന്നവർ.
കാർബണേറ്റ് ഡ്രിങ്ക്സ് ഇത് ധാരാളമായി കുടിക്കുന്നവരിലും ഈ പ്രശ്നം കാണാറുണ്ട്. സിറ്റിംഗ് ഓൾ ഡേ, അതായത് എപ്പോഴും ഇരുന്ന് വർക്ക് ചെയ്യുന്നവരും അധികം എഴുന്നേറ്റ് നടക്കാത്തവർക്കും ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഇറഗുലർ ആയിട്ടുള്ള സ്ലീപ്പ്, ഒരു കൃത്യസമയത്ത് ചിട്ടയില്ലാത്ത ഉറക്കം, ഓവറായി ആഹാരം കഴിക്കുന്നതും പുകവലിക്കുന്നതും ആൽക്കഹോളിൻ്റെ അമിത ഉപയോഗവും ഇതൊക്കെ ഗട്ട് ഹെൽത്തിനെ പതുക്കെ പതുക്കെ ഡാമേജ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഗ്യാസ് കുറയ്ക്കാൻ പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ഉണ്ട്. അവ ഓരോന്നായി പറയാം. ഒന്നാമതായി രാവിലെ തന്നെ ചെറു ചൂടുവെള്ളം കുടിക്കുക. രണ്ടാമതായി ദിവസവും ചെറിയ നടത്തം. മൂന്നാമതായി ഭക്ഷണം നന്നായി ചവച്ച് മാത്രം കഴിക്കുക. നാലാമതായി രാത്രി ഹെവി ഫുഡ് മാക്സിമം കഴിക്കാതിരിക്കുക. അഞ്ചാമതായി സോഡ ഒഴിവാക്കുക. 6 സ്ട്രെസ് കൺട്രോൾ ചെയ്യുക. 7 സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യുക. 8 ഒരുമിച്ച് അധിക ഭക്ഷണം കഴിക്കരുത്. 9 ട്രിഗർ ഫുഡ്സ് ഒഴിവാക്കുക. 10 ഭക്ഷണത്തിന് ശേഷം ഉടൻ കിടക്കാൻ ശ്രമിക്കരുത്. ഈ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കും. ബുദ്ധൻ്റെ ഒരു അവസാന പാഠമായിട്ട് ഇതിനെ ഞാൻ പറഞ്ഞു തരാം. 2500 വർഷങ്ങൾക്ക് മുൻപ് ബുദ്ധൻ പറഞ്ഞൊരു ആശയം ഇന്നും സത്യമാണ്. അസന്തുലിതമായ ജീവിതം ശരീരത്തെ ദുരിതത്തിലാക്കും. ഇന്ന് ബ്ലോട്ടിംഗ് വെറും വയറിലെ ഒരു പ്രശ്നമല്ല. ഇത് സ്ട്രെസ്സും ഫുഡ് ഹാബിറ്റ്സും സ്ലീപ്പും മെൻ്റൽ ഹെൽത്തും ലൈഫ് സ്റ്റൈലും എല്ലാത്തിൻ്റെയും സിഗ്നലാണ്. അതുകൊണ്ട് ശരീരത്തെ ഇഗ്നോർ ചെയ്യരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അനുഭവം കമൻറ്റ് ചെയ്യുക.